വണ്ണം കുറയ്ക്കാൻ ഒരു പോഷകക്കഞ്ഞി. വയറ് കുറയ്ക്കാൻ ഈ കഞ്ഞി കുടിച്ചാൽ എളുപ്പത്തിൽ കഴിയും. ആരോഗ്യത്തിനും തടി കുറയ്ക്കാനും ഈ ഒരു കഞ്ഞി മാത്രം മതി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞൊറുക്ക് ഗോതമ്പും മുളപ്പിച്ച ചെറുപയറും ജീരകവും ഉലുവായും ചേർത്തൊരു കഞ്ഞിയാണ്. അതിന് ഞാൻ 1 ഗ്ലാസ് ഞൊറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് വേണേലും അതിനുശേഷം എടുത്ത് കഴുകി കഴിഞ്ഞ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് പിന്നെ ഇങ്ങനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് 1 ഗ്ലാസ് മുളപ്പിച്ച ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതും കൂടി നമുക്ക് കുക്കറിലിട്ട ഞുറുക്ക് ഗോതമ്പിൻ്റെ ഒപ്പം ഇട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1 സ്പൂണിൽ 1/4 സ്പൂണോളം ഉലുവായും 1 സ്പൂണോളം ജീരകവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഈ ഞുറുക്ക് ഗോതമ്പിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. ഇതിൽ ധാരാളം ഫൈബറുകളാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറുപയറിലാണെങ്കിൽ പ്രോട്ടീൻ ധാരാളമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഊർജ്ജം നൽകാനായിട്ട് ഈ ചെറുപയറിന് പറ്റും. പിന്നെ നമ്മുടെ പേശികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ ചെറുപയറിലെ പ്രോട്ടീൻ വളരെ ഉത്തമമാണ്. ഇത് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം നല്ലതുപോലെ ഒഴിക്കണം. കാരണം ഈ ഞുറുക്ക് ഗോതമ്പ് വെന്ത് കഴിയുമ്പോൾ ഒരുപാട് കാണും. അതുകൊണ്ട് അല്ലെങ്കിൽ കുക്കറിലൊക്കെ പിടിക്കാനായിട്ട് ഇടവരും അടിയിൽ. അത് ഒഴിവാക്കാൻ വേണ്ടി നല്ലതുപോലെ വെള്ളം ഒഴിക്കണം. അതിനുശേഷം കുക്കറിൻ്റെ ലിഡിൽ നമുക്ക് 1-2 തുള്ളി എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്തിട്ട് വേണം അടയ്ക്കാനായിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 4 വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേക്കിന് ഇത് വെന്ത് കിട്ടും. അത് ഓരോരുത്തരുടെ കുക്കർ പോലെ ഇരിക്കും. വെന്തില്ലെങ്കിൽ തുറന്ന് കഴിഞ്ഞ് 1-2 വിസിലും കൂടെ അടിച്ചാൽ മതി. ഇതാ നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് വെന്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ലിഡ് നോക്കിക്കേ, അതിലൊന്നും പറ്റിയിട്ടില്ല. സാധാരണ ഞുറുക്ക് ഗോതമ്പ് ഇങ്ങനെ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അതെല്ലാം വന്ന് കിഴുത്തെല്ലാം അടഞ്ഞു പോകാനിട വരും. ഇത് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല, പുറത്തും ഒന്നും ആയിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അത് ലൂസായിട്ട് കഞ്ഞി വേണമെങ്കിൽ ഇത്തിരി ഏറെ വെള്ളമാണ്. തിക്കായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനൊപ്പം തന്നെ നമുക്ക് ഉപ്പും കൂടി ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരിയൂടെ ഉപ്പ് ചേർക്കണം. ഇതിനകത്ത് ജീരകം ചേർക്കുന്നതിനകത്ത് നമ്മുടെ ദഹനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ജീരകം. അതുപോലെ വയറ്റിലെ ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ജീരകം നല്ലതാണ്. പിന്നെ ഉലുവ എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല ഒന്നാണ്. ഷുഗറുകാർക്കും ആർക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കഞ്ഞിയാണ് ഈ ഞുറുക്ക് ഗോതമ്പും മുളപ്പിച്ച ചെറുപയറും ഒക്കെ ആയിട്ടുള്ള കഞ്ഞി. ഇത് നമുക്ക് രാവിലെ വേണേലും കഴിക്കാം, ഉച്ചയ്ക്ക് വേണേലും കഴിക്കാം, വൈകുന്നേരം വേണേലും കഴിക്കാവുന്ന ഒന്നാണ്. ഇത് വളരെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെയൊക്കെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. വളരെ ടേസ്റ്റാണ്. ഇതിലേക്ക് വേണേൽ തേങ്ങ ചേർക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അത് നമ്മൾ കഞ്ഞി റെഡിയാക്കാൻ ഇടത്തില്ല, ഞുറുക്ക് ഗോതമ്പൊക്കെ കുക്കറിൽ, ആ സ്റ്റേജിലിടാം. അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിടുക. അത് വെന്ത് കഴിഞ്ഞ് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് ചൂടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഈ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ സ്വാദിഷ്ടവും ആരോഗ്യകരമായ ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു. വീണ്ടും കാണാം.